വയനാട് കാര്യമ്പാടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ വിശ്വാസികളുടെ പ്രതിഷേധം. പള്ളിയുടെ വരുമാനത്തിനായി തുടങ്ങിയ കണ്ണാശുപത്രി സ്വകാര്യ സ്വത്താക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ചാണ് പള്ളി പൂട്ടി പുറത്ത് പ്രാർത്ഥന നടത്തുന്നത്. പള്ളിയിലേക്കുള്ള കുടിവെള്ള വിതരണം തടസ്സപ്പെടുത്തിയെന്നും ആക്ഷേപമുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് കാര്യമ്പാടി പള്ളിയിൽ നമുക്കൊപ്പം ചേരുകയാണ്. സുർജിത്ത്, വയനാട്ടിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണാശുപത്രികളിൽ ഒന്നാണ് കാര്യമ്പാടി കണ്ണാശുപത്രി എന്ന് വിളിക്കപ്പെടുന്ന ആ ആശുപത്രി. അത് പള്ളിവക സ്വത്ത് തന്നെയല്ലേ? എന്താണ് പ്രശ്നം ഇവിടെ? ഇവിടെ ഏതാനും കാലങ്ങളായി ഈ പ്രശ്നം നിഴലിക്കുന്നുണ്ട്. കാരണം മുൻ വികാരിയുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം നിഴലിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ, അതായത് തൊട്ടടുത്ത് തന്നെ ഈ കണ്ണാശുപത്രിയോട് ചേർന്ന് തന്നെയാണ് ഈ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുള്ളത്. ഈ പള്ളിക്ക് വേണ്ടി 1980-കളിൽ തുടങ്ങിയതാണ് ഈ കണ്ണാശുപത്രി. അതൊരു സ്വകാര്യ സ്വത്താക്കി മാറ്റാൻ ഇവിടുത്തെ മുൻ വികാരി ശ്രമിക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് ഇവിടുത്തെ വിശ്വാസികൾ ഉന്നയിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നത്. അതായത് പള്ളി അടച്ചുപൂട്ടി ഇന്ന് ഇപ്പോൾ ഞായറാഴ്ച കുർബാന പുറത്ത് നടത്തുന്നു ാണ് നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം. വിശ്വാസികളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഇതിന്റെ പള്ളിയുടെ അരികിലായി സൈഡിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രാർത്ഥന ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. എന്തായാലും ഈ വിഷയം കാലങ്ങളായിട്ടുണ്ട്. ഇവിടെ വലിയ രീതിയിലുള്ള അമർഷം വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിട്ടുമുണ്ട്. ഇപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ വിശ്വാസികളുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് നിങ്ങളുടെ ആക്ഷേപം? എന്താണ് ഈ ഇങ്ങനെ ഒരു സംഗതി, ഇങ്ങനെ പ്രാർത്ഥന പുറത്ത് നടത്താനുള്ള സാഹചര്യം എന്താണ്? 1969 പള്ളി ഇവിടെ സ്ഥാപിക്കുന്നത്. അതിനുശേഷം 1986 പള്ളിയുടെ ഉടമസ്ഥയിലുണ്ടായിരുന്ന 3 കെട്ടിടങ്ങളും 22 മുറികളും ചേർന്നുള്ള MDM മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലാണ് കണ്ണാശുപത്രി കോലഞ്ചേരിയുടെ ബ്രാഞ്ച് തുടങ്ങുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കുന്നത്. 56 സെന്റ് സ്ഥലവും കെട്ടിടങ്ങളും വിട്ടുകൊടുത്തതായിരുന്നത്. അന്ന് വിട്ടുകൊടുത്തപ്പം ഞങ്ങളുടെ വികാരി അച്ഛൻ പൊതുയോഗ തീരുമാനമെടുത്തത്, ഈ സ്ഥാപനം വളർന്നു വരുമ്പം നാളെയുടെ ദിവസങ്ങളിൽ പള്ളിക്കൊരു വരുമാനം, സാമ്പത്തികമായ നേട്ടം, പഠിച്ചു വരുന്ന കുട്ടികൾ, യോഗ്യതയുള്ളവർക്ക് ജോലി കിട്ടുന്നൊരിടം എന്ന നിലയിലാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത്. പക്ഷെ അതിനുശേഷം ഇങ്ങോട്ട് നടന്നത് ഒരു വലിയ ഗൂഢാലോചനയാണ്. ഞങ്ങളുടെ സ്വത്ത് സഭാ നേതൃത്വത്തിന്, പള്ളി ഉള്ളത് കാതോലിക്ക ബാവയുടെ പേരില്ല, കണ്ണാശുപത്രിയുടെ പ്രസിഡന്റും കാതോലിക്ക ബാവയാണ്. പക്ഷെ കാതോലിക്ക ബാവയെയും സഭയെ നോക്കുകുത്തിയാക്കി മാറ്റി ഇതിൻ്റെ അന്നത്തെ വികാരി, ഇപ്പം കണ്ണാശുപത്രി സെക്രട്ടറി അബ്രഹാം മാത്യു ഇടേക്കട്ടച്ചൻ, ഇത് കുടുംബ സ്വത്താക്കി മാറ്റുകയാണ്. അച്ഛന് 85 വയസ്സായി. അച്ഛന് ശേഷം മകനെ ഇതിൻ്റെ സെക്രട്ടറി ആക്കണം. അച്ഛൻ്റെ മകൻ, 2 മക്കൾ, അച്ഛൻ്റെ മരുമക്കൾ, ബന്ധുക്കളൊക്കെ അതിനകത്ത് മഹാഭൂരിപക്ഷം ഉള്ളത്. പക്ഷേ ഇതിന് ഗവേണിംഗ് ബോർഡിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് കാതോലിക്ക ബാവയാണ്. ബാവ തീരുമാനിച്ചാൽ വളരെ നിഷ്പ്രയാസം തീരുന്ന വിഷയമാണ്. 1986 ശേഷം ഈ പള്ളി വിട്ടുകൊടുത്തിട്ട് 1 രൂപയുടെ സാമ്പത്തിക സഹായം പള്ളിക്ക് കിട്ടിയിട്ടില്ല. എല്ലാവരും കരുതുന്നു പള്ളിയുടെ സ്ഥാപനം, ഒരു പൈസ കിട്ടിയിട്ടില്ല. പള്ളിക്കും കിട്ടിയിട്ടില്ല, സഭയ്ക്കും കിട്ടിയിട്ടില്ല. അതുമാത്രമല്ല, ഇപ്പം 40,000 രൂപയാണ് അച്ഛൻ ഇതെന്നും എല്ലാ മാസവും എഴുതിയെടുക്കുന്നത്. ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം ഒരു സ്ഥാപനമായത്. ട്രഷറർ 20,000 രൂപ എടുക്കുന്നു. പക്ഷേ പള്ളിക്ക് തരാൻ പൈസയില്ല. അപ്പം 2022 അന്നത്തെ ഭദ്രാസന തിരുമേനി എപ്പിപ്പാനിയോസ് ഒരു കോംപ്രമൈസിങ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, കാര്യമ്പാടി പള്ളിയുടെ വികാരിയെ കണ്ണാശുപത്രി ചാപ്ലിനായി വെക്കും. ആ ചാപ്ലിൻ്റെ ശമ്പളം ആരടക്കണം? കണ്ണാശുപത്രി അടക്കണം. അങ്ങനെ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി 2.5 വർഷത്തോളം പൈസ അടച്ചു. വീണ്ടും ഒരു സുപ്രഭാതത്തിൽ ഇപ്പം അച്ഛൻ ഒരു എതിർപ്പുമില്ലാണ്ട് അതങ്ങ് നിർത്തലാക്കി. എന്ന് മാത്രമല്ല, 40 വർഷമായി പള്ളിക്കും കണ്ണാശുപത്രിക്കും ഉണ്ടായിരുന്ന കുടിവെള്ളത്തിന്റെ ടാങ്ക് നിൽക്കുന്ന പള്ളിയുടെ സ്ഥലത്താണ്. ആ കുടിവെള്ളം പള്ളി കട്ട് ചെയ്തു. പള്ളിയിലെ സൺഡേ സ്കൂൾ കുട്ടികൾ കഞ്ഞി വെക്കാനുള്ള വെള്ളമില്ല. അച്ഛന് പരിശുദ്ധ കുർബാന നടത്താനുള്ള കുളിക്കാനുള്ള വെള്ളം ഉണ്ടായിരുന്നില്ല. 4 ആഴ്ച പരാതി പറഞ്ഞു, കിട്ടിയില്ല. അതുമാത്രമല്ല, കണ്ണാശുപത്രിയിൽ നിന്ന് പള്ളിയിലേക്ക് അവിടെ വന്ന് രോഗികൾക്ക് പ്രാർത്ഥിക്കാൻ വരുന്ന മതിലിൽ ഗേറ്റ് വെച്ച് അടച്ചു പൂട്ടി. ഒരു വൈദികന് ചെയ്ത പരിപാടിയാണ്. അപ്പം നിരന്തരമായിട്ട് ഇത് കാതോലിക്ക ബാവ സഭ നേതൃത്വം ഇടപെടണം ഈ പ്രശ്നത്തിൽ. നേതൃത്വം വിചാരിച്ചാൽ സഭാ നേതൃത്വം ഇടപെടുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലാണ്ട് ഇത്രയും വലിയ വിഷയങ്ങളില്ല. രണ്ടും കാതോലിക്ക ബാവയുടെ കീഴിലുള്ള സ്ഥാപനമാണ്. അപ്പോൾ കാതോലിക്ക ബാവ ഇടപെട്ടാൽ 10 മിനിറ്റ്, 11ാമത്തെ മിനിറ്റ് വേണ്ട, അത് സമയം കൊണ്ട് തീരാവുന്ന ഒരു വിഷയമാണ് ഇത്ര പ്രശ്നത്തിലേക്ക് പോകുന്നത്. എന്തായാലും സഭാ നേതൃത്വം ഇടപെടണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പുറത്ത് പ്രാർത്ഥന നടക്കുന്നത്. ഈ മേഖലയിലുള്ള വിശ്വാസികളെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി പങ്കെടുക്കുന്നത് നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. ഇവിടെ ഇങ്ങനത്തെ ഒരു പ്രതിഷേധ സ്വഭാവത്തിലേക്ക് പ്രാർത്ഥന മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കണ്ണാശുപത്രി പള്ളിയുടെ സ്വത്താണ്. ആ പള്ളി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഇരുന്ന് പ്രതിഷേധിക്കുന്നത് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഞായറാഴ്ച ദിനത്തിലാണ് ഈ കുർബാന ഉൾപ്പെടെയുള്ള
ചടങ്ങുകൾ ഉൾപ്പെടെ പ്രാർത്ഥനാ ചടങ്ങുകൾ ഉൾപ്പെടെ ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് വരുന്നത്. അപ്പോൾ മലങ്കര ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തിന് മുന്നാകെയാണ് അവർ ഇക്കാര്യം മുന്നോട്ട് വെക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്താണ് കാര്യമ്പാടി ഓർത്തഡോക്സ് പള്ളിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.